Dear students, welcome to English class. 9th standard, learning the game, last part, that is last page. ആ പാഠത്തിൻ്റെ അവസാന ഭാഗത്തെത്താണ് ശ്രദ്ധിക്കുക. Occasionally my father came to take me home and I've always asked him to treat me to a special fruit cocktail at a juice center near the club. കഴിഞ്ഞ ക്ലാസ്സിൽ റെഫർ ചെയ്തതാണ്. While Sachin and his father were returning, കളി കഴിഞ്ഞ് വൈകുന്നേരം പ്രത്യേകിച്ചും രാത്രിയോടടുത്ത് തിരിച്ചു വരുമ്പോൾ he will demand for a fruit juice. അവൻ പലപ്പോഴും അച്ഛനോട് ജ്യൂസ് വാങ്ങിത്തരാൻ പറയാറുണ്ട്. While this regular demand was a little unreasonable, പക്ഷേ റെഗുലർ ഡിമാൻഡായി മാറിയപ്പോൾ, ഇത് നിരന്തരം ആവർത്തിച്ചപ്പോൾ അത് അൺറീസണബിളായിട്ട്, യുക്തിക്ക് നിരക്കാത്തതായിട്ട് അച്ഛന് തോന്നി. ബിക്കോസ് at that time I didn't realize that my parents also had to take care of my brother and sister. എൻ്റെ അച്ഛന് സഹോദരനെയും സഹോദരിയെയും കൂടി പരിഗണിക്കണമെന്ന ചിന്ത എനിക്ക് ഇല്ലാതെ പോയി എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. The needs of my brother and sister. My father would invariably end up giving me what I wanted. അതുകൊണ്ട് what I wanted, എന്താണോ ഞാൻ ആവശ്യപ്പെടുന്നത്, that he couldn't give me, അത് അദ്ദേഹത്തിന് പലപ്പോഴും എനിക്ക് മാത്രമായി തരാൻ സാധിച്ചില്ല. ബിക്കോസ് he was only a common man. എൻ്റെ അച്ഛൻ ഒരു സാധാരണക്കാരനായിരുന്നു. He hadn't such money, he hadn't enough money to give me tasty food or luxurious food. ആഡംബരപൂർണമായ ഭക്ഷണം വാങ്ങി തരാനുള്ള പ്രാപ്തി എൻ്റെ അച്ഛന് ഇല്ലായിരുന്നു. Just to see me happy, എനിക്ക് എന്ത് സന്തോഷം തരുമോ that he couldn't, അത് അദ്ദേഹത്തിന് ചെയ്യാൻ പലപ്പോഴും സാധിച്ചില്ല. On other days, മറ്റു ചില ദിവസങ്ങളിൽ, when I made my way home from Shivaji Park on my own, പിന്നീട് പലപ്പോഴും ഞാൻ തനിച്ചാണ് തിരിച്ചു വരിക. That means not with the father, because he hadn't money to come and pick me down. ഞാനാണെങ്കിൽ എൻ്റെ ബസ്സിൻ്റെ ചാർജ് മാത്രം കൊടുത്താൽ മതി. ഈ ഫാദർ കംസ്, അച്ഛനും കൂടി വരികയാണെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ ഹിസ് ഫെയർ ഓൾസോ, അദ്ദേഹത്തിൻ്റെ ഫെയർ കൂടി കൊടുക്കേണ്ടി വരും. അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഐ ട്രാവൽഡ് അലോൺ, പലപ്പോഴും ഞാൻ പിന്നീട് തിരിച്ച് ഒറ്റയ്ക്കാണ് യാത്ര ചെയ്തത്. ഇഫ് ഐ മാനേജ്ഡ് ടു സിറ്റ് ഡൗൺ, എനിക്ക് ഇരിപ്പിടം കിട്ടിയെങ്കിലായി ആ അവസരത്തിൽ, I would often fall asleep on the bus. ബസ്സിൽ പലപ്പോഴും ഞാൻ ഉറങ്ങിപ്പോകും. Because he was so tired. Because he hadn't sufficient food. വേണ്ടത്ര ഭക്ഷണമൊന്നും കഴിക്കാത്തതുകൊണ്ട് കളിച്ച് ക്ഷീണിച്ചു പോകും. And if I managed to sit down, എങ്ങനെയെങ്കിലും ഒരു ഇരിപ്പിടം കിട്ടിയാൽ ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങും. Anyone who has been on a Mumbai bus, ഇത്തരത്തിൽ മുംബൈ ബസ്സിൽ യാത്ര ചെയ്യുന്നവർക്കറിയാം ദ പ്രോബ്ലം ഓഫ് ട്രാവലിംഗ് ഇൻ എ മുംബൈ ബസ്. ബോംബെയിലെ ബസ്സിൽ യാത്ര ചെയ്യാനുള്ള വിഷമം എന്താണെന്ന്, പ്രത്യേകിച്ചും അറ്റ് പീക്ക് അവേഴ്സ്. ഇൻവാരിയബിളി, സെർട്ടൻലി, നിശ്ചയമായും അല്ലെങ്കിൽ സുനിശ്ചിതമായിട്ടും, പീക്ക് അവേഴ്സ്, ബിസി ടൈം, തിരക്കുള്ള സമയത്ത് ഇൻവാരിയബിളി, നിശ്ചയമായിട്ടും അച്ഛന് വാങ്ങിത്തരാൻ കഴിയുമായിരുന്നില്ല. വാട്ട് ഹി ഡിമാൻഡഡ്, അവൻ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ. ബിക്കോസ് ദേ ബിലോങ്ഡ് ടു എ പുവർ ഫാമിലി. എന്തുകൊണ്ടെന്നാൽ അവർ ഒരു സാധാരണ കുടുംബത്തിലെ അംഗങ്ങളായിരുന്നു. Then, at peak hours,
അങ്ങനെ തിരക്കുള്ള സമയങ്ങളിൽ ആ ടിപ്പിക്കൽ വേഴ്സ് will know just how difficult it is to get a seat. And he is only a child and having that helmet on his head and bat and pad and bag. ഒരാൾക്ക് ഒറ്റയ്ക്ക് പോലും നിൽക്കാൻ കഴിയാത്ത ബസ്സിൽ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് പാഡ് അഴിക്കാതെ ബാറ്റ് പിടിച്ചുകൊണ്ട് ബാക്കിൽ ഒരു ബാഗ് വെച്ചുകൊണ്ട് ആക്ച്വലി ഹി ടുക്ക് 2 persons 2 travelers സ്പേസ്. സച്ചിൻ പറയുന്നു 2 യാത്രക്കാരുടെ നിൽക്കുന്നവരുടെ സ്ഥലം വേണം അദ്ദേഹത്തിന് നിൽക്കണമെങ്കിൽ പോലും. പിന്നെ ഇരിക്കേണ്ട കാര്യം പറയണോ? ഐ മാനേജ് ടു സിറ്റ് ഡൗൺ. എങ്ങനെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ ഹി വിൽ ഫോൾ അസ്ലീപ്, ഉറങ്ങിപ്പോകും. എനിവൺ ഹു ഹാസ് ബീൻ on a Mumbai bus at peak hours will know just how difficult it is to get a seat. തിരക്ക് പിടിച്ച ബസ്സിൽ, പ്രത്യേകിച്ചും ബോംബെ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരാൾക്കറിയാം ഒരു സീറ്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ട്. On days when I wasn't so lucky, it was still a challenge. ഇനി സപ്പോസ് ഹി വാസ് ലക്കി, ചില ദിവസങ്ങളിൽ ഭാഗ്യമുണ്ടാകും, ഹി വിൽ ഗെറ്റ് എ സീറ്റ്. ചില ദിവസങ്ങളിൽ ഹി വിൽ ബി അൺലക്കി, നിർഭാഗ്യമായിരിക്കും. ആൻഡ് ഹി ഫെൽറ്റ് അൺലക്ക്, നിർഭാഗ്യം അനുഭവിക്കേണ്ടി വരും. ഓൺ ദോസ് ഡേയ്സ് ഇറ്റ് ഈസ് എ ചാലഞ്ച്, ഇറ്റ്സ് എ പ്രോബ്ലം. അതൊരു വെല്ലുവിളിയാണ്. ടു ട്രാവൽ, ടു റിട്ടേൺ, വീട്ടിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് പലപ്പോഴും എനിക്കൊരു വെല്ലുവിളിയായിരുന്നു, അത് പ്രശ്നം തന്നെയായിരുന്നു. ടു നോ ജസ്റ്റ് ഹൗ difficult it is to get a seat. On days when I wasn't lucky, it was still a challenge just to stand with the kit bag. എന്തുകൊണ്ട്? He had to stand with his kit bag. നിൽക്കുമ്പോൾ കിറ്റ് ബാഗും ഉണ്ടാകും. That will project on the back. അത് പിറകിൽ ഇങ്ങനെ തള്ളി നിൽക്കും. Moreover, he had worn helmet. കളിക്കുന്ന ഹെൽമെറ്റ് തലയിൽ വെച്ചിട്ടുണ്ടാവും. പാഡ് ഓൺ ഹിസ് ഫുട്ട്, കാലിലാണെങ്കിൽ പാഡ് ഉണ്ടാവും. ബാറ്റ് ഓൺ ഹിസ് ഹാൻഡ്, കയ്യിൽ ബാറ്റ് ഉണ്ടാവും. സോ ഹി കുഡിന്റ് ഈവൻ ക്യാച്ച്, എവിടെയെങ്കിലും അടിയിലോ എവിടെയെങ്കിലും പിടിക്കാൻ പോലും പറ്റില്ല. It was still a challenge just to stand with the kit bag because the bus conductors would inevitably complain. Be sure, തീർച്ചയായിട്ടും complain വെർബാണ്. കംപ്ലൈന്റ് നൗണാണ്. കംപ്ലൈൻ, പരാതിപ്പെടുക. തീർച്ചയായിട്ടും അവർ എന്നോട് പരാതിപ്പെടും. യു ഗെറ്റ് ഡൗൺ, നീ ഇറങ്ങിപ്പോയിക്കോളൂ. യു കാണ്ട് സ്റ്റാൻഡ് ഹിയർ ടേക്കിംഗ് 2 traveler സ്പേസ്. 2 പേര് ഈ സ്ഥലത്ത് നിനക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കാൻ കഴിയില്ല. ദിസ് ഇസ് പീക്ക് ടൈം, ഇത് തിരക്ക് പിടിച്ച സമയമാണ് എന്ന് തീർച്ചയായിട്ടും കണ്ടക്ടർ എന്നോട് പരാതിപ്പെടും. ബിക്കോസ് കാരണം ഈ പറയുന്നത് നോട്ട് ദ ഫേമസ് ക്രിക്കറ്റ് ഗോഡ്, പിന്നീട് ലോകം മുഴുവൻ ആരാധിക്കുന്ന ക്രിക്കറ്റ് ഗോഡ് അല്ല. അന്ന് മിയർ എ ചൈൽഡ്, എ ട്രെയിനി, പരിശീലനം നേടുന്ന ഒരു കുട്ടി മാത്രമാണ്. അവനെ ആർക്കും അറിയില്ല. It was still a challenge just to stand with the kit bag because the bus conductors would inevitably complain. നിർബന്ധമായിട്ടും അനിവാര്യമായിട്ടും അവർ പരാതിപ്പെടും about me taking up the space of another passenger. കണ്ടോ? So he is only one passenger. He had to take 1 more passenger space. ഒരു യാത്രികനായ കുട്ടിക്ക് 2 യാത്രക്കാരുടെ സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഹെൽമെറ്റും പാഡും കിറ്റും ബാറ്റും പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. സോ ദി കണ്ടക്ടർ വുഡ് കംപ്ലൈൻ. കണ്ടക്ടർ അവനോട് പരാതിപ്പെടും, അല്ലെങ്കിൽ അവനിൽ പരാതി ഉന്നയിക്കും. ടു ഗോ ഔട്ട്, പുറത്തു പോകാനായിട്ട്. ഇറ്റ് കുഡ് ബി എംബറാസിംഗ് ബിക്കോസ് അത് എനിക്ക് വളരെ സർപ്രൈസിങ് ഉണ്ടാക്കുന്ന കാര്യമാണ്. ആശ്ചര്യമുണ്ടാക്കി എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ടു ഹൂം ഹി വുഡ് സേ, വേർ ഹി വുഡ് ഗോ, അവൻ ആരോട് പരാതിപ്പെടും, അവൻ എങ്ങനെ ഇതിന് പരിഹാരം കണ്ടെത്തും. എനിക്കത് വലിയ പ്രശ്നമായിരുന്നു. ബിക്കോസ് ദി കണ്ടക്ടേഴ്സ് വർ ഓഫൺ പലപ്പോഴും റൂഡ്. അപ്പോൾ
സ്കൂൾ കുട്ടികളോട്, നിങ്ങളെപ്പോലുള്ള സ്കൂൾ കുട്ടികളോട് ബസ് കണ്ടക്ടേഴ്സ് പലപ്പോഴും എടുക്കുന്ന നിലപാട് നിങ്ങൾക്കറിയാം. റൂഡ് ബിഹേവിയർ, അതായത് മോശം പെരുമാറ്റമാണ് അവർക്കുണ്ടാകുന്നത്. ഇത് സെയിം എക്സ്പീരിയൻസ് ടു ദിസ് ബോയ്, പ്രത്യേകിച്ചും അറ്റ് 6 o'clock or 7 o'clock ഈവനിങ്, വൈകുന്നേരം 6:30-7 മണി സമയത്ത് അത്രയും തിരക്കുള്ളപ്പോഴാണ് ഇവനിതിൽ തിക്കിക്കയറിയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. Then I and compelled me to buy 2 tickets. കണ്ടോ, എന്നിട്ട് പറയും 2 ടിക്കറ്റ് എടുക്കണം എന്ന് പറയും. And he was compelled to take 2 tickets. Why? എന്തിനാണ് ഒരാൾ 2 ടിക്കറ്റ് എടുക്കുന്നത്? Because they say, കണ്ടക്ടർ പറയുന്നത്, you use 2 persons space. നീ 2 യാത്രക്കാരുടെ സ്ഥലം ഉപയോഗിക്കുന്നു. And 1 more can stand here. നീ ഇറങ്ങിപ്പോയാൽ 2 പേർക്ക് ഇവിടെ നിൽക്കാം. നീ കയറുമ്പോൾ ഒരാൾ മാത്രമാണ്. So you have to take 2 tickets. അത് ആ കുട്ടിക്ക് അസാധ്യമായിരുന്നു. I didn't have the money for a second ticket. എൻ്റെ കയ്യിൽ ഒരു ടിക്കറ്റിനുള്ള പണം മാത്രമേ കാണുള്ളൂ. And not for another ticket. മറ്റൊരു ടിക്കറ്റും കൂടി എടുക്കാനൊന്നും എൻ്റെ കയ്യിൽ പണമില്ലായിരുന്നു. And I had to learn to take these remarks in my stride. എൻ്റെ ആ യാത്രാ വിവരണങ്ങളിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. Dirty clothes often added to the embarrassment. മാത്രമല്ല, എൻ്റെ ഈ യാത്രയിൽ എനിക്കേറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചത് എൻ്റെ വൃത്തികെട്ട വസ്ത്രം കൂടിയായിരുന്നു. ഡേർട്ടി ക്ലോത്ത്സ്, കാരണം വിയർപ്പ് മണക്കുന്ന പഴകിയ എൻ്റെ ഡ്രസ്സ്, അത് എനിക്ക് ഒന്നുകൂടി ബുദ്ധിമുട്ടായി. വിത്ത് ടൈം I evolved a way of wrapping the kit bag around me. മാത്രമല്ല, എൻ്റെ കയ്യിലുള്ള കിറ്റ് ബാഗ് മറ്റുള്ളവർ കാണാതെ ഒളിപ്പിച്ചു പിടിക്കുക, അല്ലെങ്കിൽ ഈ കിറ്റ് ബാഗിനുള്ളിൽ ആ വൃത്തികെട്ട ഡ്രസ്സ് ഒളിപ്പിച്ചു വെക്കുക. ഇതൊക്കെ എനിക്ക് ചെയ്യേണ്ടി വന്നു. Just as the helmet and pad became a part of me while batting. ബാറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഹെൽമെറ്റ് വെക്കുന്നത് പോലെ, പാഡ് വെക്കുന്നത് പോലെ യാത്രാ സമയത്തും എനിക്ക് ഹെൽമെറ്റ് വെക്കേണ്ടി വന്നു, പാഡ് വെക്കേണ്ടി വന്നു. കാരണം അത് ഇറക്കി വെക്കാൻ സ്ഥലമില്ല. സോ ദ കിറ്റ് ബാഗ് became an extension of me on the bus. കാരണം എൻ്റെ കയ്യിലുള്ള കിറ്റ് ബാഗ് എനിക്കൊരു എക്സ്റ്റൻഷൻ പോലെ അമിതമായിട്ട് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു വസ്തുവായിരുന്നു. I will often take the bus or train from Bandra to Church Gate. അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ബസ്സിലും ചിലപ്പോൾ ഞാൻ ട്രെയിനിലും സഞ്ചരിക്കാൻ ശ്രമിച്ചു. And it was all a great learning experience. അന്നൊക്കെ എനിക്ക് അതൊരു വലിയ കടുത്ത അനുഭവമായിരുന്നു. So this para says about the bad experiences of his returning journey after practice. സച്ചിൻ ടെണ്ടുൽക്കർ പ്രാക്ടീസ് കഴിഞ്ഞ് തിരിച്ചു വരുന്നതിനെ പറ്റി പറഞ്ഞു. He was only a poor boy. അവനൊരു സാധാരണ വീട്ടിലെ കുട്ടിയായിരുന്നു. And hadn't enough money. വേണ്ടത്ര പണമില്ലാത്ത. So he didn't get good food that he wished. അവൻ ആഗ്രഹിച്ച ഫ്രൂട്ട് ജ്യൂസ് പോലും അവൻ്റെ അച്ഛന് പലപ്പോഴും വാങ്ങിക്കൊടുക്കാൻ സാധിച്ചില്ല. ബിക്കോസ് ഹി ഹാഡ് ടു ടേക്ക് കെയർ ഓഫ് ഹിസ് ബ്രദർ ആൻഡ് സിസ്റ്റർ. സച്ചിനെ മാത്രം നോക്കിയാൽ പോരാ, സഹോദരനെയും സഹോദരിയെയും കൂടി പരിപാലിക്കേണ്ട ആളാണ് അച്ഛൻ. അങ്ങനെ ഹി ഈവൻ സ്റ്റോപ്ഡ് ഹിസ് അക്കമ്പനിയിങ് ജേർണി. അച്ഛൻ്റെ കൂടെയുള്ള വരവ് പോലും നിർത്തി. എന്തുകൊണ്ടെന്നാൽ 2 tickets, 2 ടിക്കറ്റ് എടുക്കണ്ടേ. അതുകൊണ്ട് ഹി റിട്ടേൺഡ് അലോൺ. ആ കുട്ടി ഒറ്റയ്ക്ക് യാത്ര ചെയ്തു. മാത്രമല്ല, വൈൽ റിട്ടേണിംഗ് ഹി ഫെൽറ്റ് സ്ലീപ്പി. തിരിച്ചു വരുമ്പോൾ പലപ്പോഴും അവന് ഉറക്കം തൂങ്ങി. എന്തുകൊണ്ടെന്നാൽ ഹി വാസ് സോ ടയേർഡ്. ഉറക്കം തൂങ്ങിയാൽ ഹി കാണ്ട് സ്റ്റാൻഡ് ദർ. നിൽക്കുന്ന ഒരാൾക്ക് ബസ്സിൽ ഉറങ്ങാൻ പറ്റില്ല. ആൻഡ് ഹി ഡിഡിന്റ് ഗെറ്റ് സീറ്റ്. ഇരിക്കാനാണെങ്കിൽ സീറ്റും കിട്ടില്ല. സോ ഇറ്റ് വാസ് എ ട്രിബിൾ ടു ഹിം. ഇത് അവനൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. ആൻഡ് കണ്ടക്ടർ ഓൾസോ കംപ്ലൈൻഡ്. കണ്ടക്ടർ പരാതിപ്പെട്ടു. യു ടുക്ക്
2 സീറ്റ്സ്, 2 സ്പേസ്. ഇരിക്കുകയാണെങ്കിൽ 2 സീറ്റ് വേണം, നിൽക്കുകയാണെങ്കിൽ 2 സീറ്റ് വേണം, സ്ഥലം വേണം. സോ യു ഹാവ് ടു ടേക്ക് 2 ടിക്കറ്റ്സ്. അതുകൊണ്ട് നീ 2 ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. ബട്ട് വേർ ഈസ് ദ മണി? അതുകൊണ്ട് he suffered all the insult of the conductors, all the rude behavior of the conductors. കണ്ടക്ടറുടെ ആ മോശമായ പെരുമാറ്റവും മോശമായ വാക്കും അവർ സഹിക്കേണ്ടി വന്നു. So the bad experience of a poor boy. But he continued and continued and continued. ഇതൊക്കെ സഹിച്ചിട്ടും അവൻ വീണ്ടും 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 പരിശ്രമിച്ചു. That's only because he could become the great player. അതുകൊണ്ട് മാത്രമാണ് അവന് വലിയ മഹാനായ ഒരു കളിക്കാരനാകാൻ പറ്റിയത്. That teaches us one who is ready to take pain. ആര് പെയിൻ, കഷ്ടപ്പാട് സഹിക്കാൻ തയ്യാറാകുന്നുവോ, he will only get to gain. അദ്ദേഹത്തിന് മാത്രമേ, ആ വ്യക്തിക്ക് മാത്രമേ ജീവിതത്തിൽ ലക്ഷ്യം നേടാൻ കഴിയുള്ളൂ. And last part next day. Thank you.